ഒരു ലാംഗ്വേജ് ഗെയിം പരിചയപ്പെടാം. ഭാഷാ പഠനം രസകരമാക്കാനാണ് ലാംഗ്വേജ് ഗെയിമുകൾ. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇത് ഉപയോഗപ്രദമാണ്. പുതിയൊരു പാഠത്തിലെ വാക്കുകൾ എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നമുക്ക് ഈ ലാംഗ്വേജ് ഗെയിം ഉപയോഗിക്കാം. ന്യൂ വേർഡ്സ് ഫ്രം എ ലെസൺ ആർ സെലക്റ്റഡ് ആൻഡ് റിട്ടൺ ലെറ്റർ ബൈ ലെറ്റർ ഇൻ പീസ് ഓഫ് പേപ്പേഴ്സ്. പുതിയ വാക്കുകൾ ഓരോരോ ലെറ്ററായി ഓരോ കഷ്ണം പേപ്പറുകളിൽ, ഒരേപോലെ മുറിച്ച പേപ്പറുകളിൽ നമുക്ക് എഴുതിയെടുക്കാം. അതിനുശേഷം ഇറ്റ് ഈസ് ദെൻ ഷഫിൾഡ് ആൻഡ് ഗിവൺ ടു ഡിഫറെൻറ്റ് ടീംസ്. ഷഫിൾ ചെയ്തതിന് ശേഷം ടീമുകൾക്ക് കൊടുക്കാം. ചിൽഡ്രൻ ആർ ആസ്ക്ഡ് ടു ക്രിയേറ്റ് മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് യൂസിങ് ദം. അവർക്ക് പരമാവധി വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിർദ്ദേശം കൊടുക്കേണ്ടത്. അപ്പോൾ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ആൾക്കാർ വിജയികളാകും. മാക്സിമം നമ്പേഴ്സ്. അപ്പോൾ ഇവരിത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ക്ലാസ്സിൽ കൊടുത്തപ്പോൾ അവർ മുൻപ് പഠിച്ച വാക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ പ്രീവിയസ് നോളജായിട്ട് കണക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ പാഠഭാഗം തുറന്നു വെച്ചുകൊണ്ട് തന്നെ അതിലെ വേർഡ്സ് കണ്ടെത്താൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ സ്പെല്ലിങ്ങുമായിട്ടുള്ള പരിചയം, പുതിയ വാക്കുകൾ പഠിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ലാംഗ്വേജ് ഗെയിംസിനുണ്ട്. രസകരമായി മാറുന്നു. അതുപോലെ തന്നെ ടീം വർക്കും ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു. കുട്ടികൾ തമ്മിലുള്ളൊരു കണക്ഷൻ കൂടുന്നു. ടീമിൽ എങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ വളരെ രസകരമായ ക്ലാസ്സിൽ ആ ഒരു സമയം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഭാഷാ പഠനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും. ഇതിപ്പം ഞാൻ നെയിംസ് ആൻഡ് നെയിംസ് എന്നുള്ള പാഠത്തിലെ 6ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം, അതിലെ വാക്കുകളായിരുന്നു എഴുതിയിട്ടിരുന്നത്. ഗേസിങ്, പെഡസ്ട്രിയൻസ്, വാമിങ്, ഒക്കേഷണൽ, ഫോളൻ, വിൻ്റർ, സീസൺസ്, വേരിയിങ്, പസിൽഡ്, സ്റ്റാറ്റിൽഡ്, പ്രൊനൗൺസ് എന്നിങ്ങനെയുള്ള വാക്കുകൾ. ഇതിൻ്റെ കൂടെ ഈ വാക്കുകളുടെ ഒരു ഡിക്റ്റേഷൻ കൂടെ അതിനുശേഷം അടുത്ത ക്ലാസ്സിലൂടെ നടത്തിയാൽ നല്ലൊരു ഫോളോ അപ്പ് ആയി.